ക്രിസ്തുവിശ്വാസത്തിന്റെ ഈറ്റില്ലങ്ങളിലൊന്നായ സിറിയയിൽ ക്രൈസ്തവർ ഇല്ലാതാകുകയും നിലവിൽ അവശേഷിക്കുന്നവർ കടുത്ത പ്രതിസന്ധികൾ നേരിടുന്ന സാഹചര്യവുമാണ്. അരനൂറ്റാണ്ടിലേറെ നീണ്ട ആസാദ് കുടുംബത്തിന്റെ ഭരണത്തിന് ശേഷം കഴിഞ്ഞ ഡിസംബറിൽ ഇസ്ലാമിസ്റ്റുകൾ ഭരണം പിടിച്ചെടുത്തെങ്കിലും സിറിയയിൽ ആഭ്യന്തര സമാധാനം നിലനിൽക്കുമെന്ന പ്രതീക്ഷ ജനിപ്പിക്കാൻ പുതിയ പ്രസിഡന്റ് അഹമ്മദ് അൽ-ഷറയ്ക്ക് കഴിഞ്ഞിരുന്നു. പുതിയ ഭരണകൂടത്തിൽ ഒരു ക്രൈസ്തവ വനിതയെ ഉൾപ്പെടുത്തുകയും ന്യൂനപക്ഷങ്ങൾക്ക് ഭയം വേണ്ടെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തെങ്കിലും സുന്നി മേധാവിത്വമുള്ള തീവ്ര ഇസ്ലാമിക രാജ്യമായി സിറിയ മാറുകയാണോ എന്ന സംശയം നിഴലിക്കുന്നു. മാർച്ച് ആദിവാരത്തിൽ ന്യൂനപക്ഷമായ അലാവിത്തർക്ക് നേരെയും ഈ ആഴ്ചയാദ്യം സിറിയൻ ദ്രൂസുകൾക്ക് നേരെയും നടന്ന ആക്രമണമാണ് ഇതിന് കാരണം. തീവ്രവാദികളുടെ ഇരകളാകുന്ന ന്യൂനപക്ഷങ്ങളിൽ സിറിയൻ ക്രൈസ്തവരും ഉൾപ്പെടുന്നുവെന്നത് മറ്റൊരു വസ്തുതയാണ്. പലായനങ്ങളെ തുടർന്ന് അവശേഷിക്കുന്ന ചെറിയൊരു വിഭാഗം ക്രൈസ്തവരും നിലവിൽ ഭീതിയുടെ നിഴലിലാണ്. ലദാക്കിയയിലെ നരഹത്യകളെ പ്രസിഡന്റ് നിസ്സാരവൽക്കരിച്ച് സംസാരിച്ചത് രാജ്യത്തെ ഇതര ന്യൂനപക്ഷങ്ങളെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. അനൌദ്യോഗിക കണക്കുകൾ അനുസരിച്ച് സിറിയയിൽ മൊത്തം ജനസംഖ്യയുടെ 2.5% കൂടുതലില്ല ക്രൈസ്തവരുടെ എണ്ണം. ക്രിസ്ത്യൻ ഓറിയന്റ് ഇനീഷ്യേറ്റീവ് എന്ന സന്നദ്ധ സംഘടനയുടെ കോർഡിനേറ്ററായ സ്റ്റീഫൻ മയർ ഒരു അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. തകർന്നു കിടക്കുന്ന ലെബനനിലേക്ക് പലായനം ചെയ്യാൻ ക്രൈസ്തവർക്ക് താൽപ്പര്യമില്ല. തിരിച്ചു വരാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരവുമില്ല. ഇക്കഴിഞ്ഞ കൂട്ടക്കൊലയിൽ ക്രൈസ്തവരെ തിരഞ്ഞുപിടിച്ചു കൊന്നിട്ടില്ല, പക്ഷേ അവരുടെ വസ്തുവകകളും കൊള്ളയടിക്കപ്പെട്ടു. ന്യൂനപക്ഷങ്ങളിൽ അലാവിത്തരേക്കാൾ എണ്ണത്തിൽ കുറഞ്ഞ കുർദുകളും ക്രൈസ്തവരും നവസിറിയയിൽ തങ്ങൾക്ക് സ്ഥാനമില്ലെന്ന തിരിച്ചറിവിൽ ഭയചരിതരാണ്. ഇടക്കാല ഭരണഘടനയും ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയ്ക്ക് ഉറപ്പു നൽകുന്നില്ല. സിറിയയുടെ പുതിയ ഭരണഘടന പ്രകാരം ഒരു മുസ്ലിമിന് മാത്രമേ സിറിയയുടെ പ്രസിഡന്റ് ആകാൻ കഴിയൂ. അലാവിത്തരും ക്രൈസ്തവരും കുർദുകളും ദൂസുകളും ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ ഭരണഘടനാപരമായി തന്നെ വിവേചനത്തിന്റെ ഇരയാകുകയാണ്. ശരിയത്ത് നിയമം ഇപ്പോൾ തന്നെ രാജ്യത്തിന്റെ പൊതുനിയമമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക ഉപരോധം മൂലം അത്യാവശ്യം മരുന്നുകൾക്ക് പോലും രാജ്യത്ത് ക്ഷാമമാണ്. മരുന്നുകൾക്ക് ക്രൈസ്തവർ 3 ഇരട്ടി വില നൽകണം. സിറിയയിലെ സംഭവ വികാസങ്ങളിൽ ലോകരാജ്യങ്ങൾ പുലർത്തുന്ന നിസ്സംഗത അവസാനിപ്പിക്കേണ്ട സമയമായി. പശ്ചിമേഷ്യയിലെ പ്രധാനപ്പെട്ട രാജ്യമാണ് സിറിയ. ഇപ്പോൾ സിറിയയിൽ എത്ര ക്രൈസ്തവരുണ്ടെന്ന് ആർക്കും അറിയില്ല എന്നതാണ് സത്യം. 1960 അവസാനമായി സെൻസസ് നടന്നത്. 2011 15 ലക്ഷമായിരുന്നു ക്രൈസ്തവരുടെ സംഖ്യ. 2024 ബഷാർ അൽ അസാദിന്റെ ഭരണം അവസാനിക്കുമ്പോൾ ഇത് 1.5 ലക്ഷമായി ചുരുങ്ങിയിരുന്നു. പലായനം ചെയ്തവരും കൊല്ലപ്പെട്ടവരും എത്രയെന്ന് ആർക്കും നിശ്ചയമില്ല. അവശേഷിക്കുന്ന ക്രൈസ്തവരുടെ സിറിയയിലെ നിലനിൽപ്പും അസ്തിത്വവും ഭീഷണിയിലാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഗേന ന്യൂസ്.